ഹായ്. അപ്പോഴത്തേ നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇത് 14ാമത്തെ ദിവസമാണ്. നമ്മളെ ലേയിൽ സുധീഷ് ബ്രോ നടത്തുന്ന കേരള ഹൗസ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ഹാള്, വലിയൊരു ഹാളാണ്. പിന്നെ നമ്മളെ റൂം കാണിച്ചു തരാം. നമ്മളെ റൂം ദേ 2 കട്ടിലൊക്കെ ഉണ്ട്. ഒരു സിംഗിൾ കട്ടിലുണ്ട്, അവിടെ അയാനാണ് കിടന്നത്. ഇനി ബാത്റൂം കാണിച്ചു തരാം. അതാണ് വലിയ ബാത്റൂമാണ്, കാണിച്ചു തരാൻ തന്നെ ഉണ്ട്. ഓടി നടന്ന് കുളിക്കാം, അത്രയും വലിയ ബാത്റൂമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഇനി നുബ്രയിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ പ്ലാനൊക്കെ സുധീഷ് ബ്രോ വരച്ച് തരാം കേട്ടോ. വരച്ച് തന്ന വളരെ നന്നായി. അതില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയായിരുന്നു. നുബ്രയ്ക്കും പിന്നെ പാങ്ങോങ്, തുർത്തുക് താങ്, അങ്ങനെ എല്ലാ സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനും മണാലി വരെ പോകാനുള്ള പ്ലാന് ആണ് സുധീഷ് ബ്രോ വരച്ച് തന്നത്. തലേ ദിവസം ഇഡ്ഡലി തരാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് എന്തായാലും ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇഡ്ഡലി സാമ്പാർ, ചമ്മന്തി, പിടി ചമ്മന്തി. അതാണ് നമ്മുടെ സുധീഷ് ഏട്ടൻ, ഇടുക്കിക്കാരനാണ്. അതെ, ലേയില് ഫാമിലി ആയിട്ട് ഒരു കേരള ഹൗസ് എന്നും പറഞ്ഞിട്ട് ഒരു സ്റ്റേ നടത്തുകയാണ്. ഇവിടെ പുള്ളി പാക്കേജ്, ലഡാക്ക് ടൂർ പാക്കേജുകളെല്ലാം ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. നമ്പരും ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ കൊടുത്തേക്കാം. പിന്നെ എന്തൊക്കെ ടൈപ്പാണ് ഇവിടെ പാക്കേജുകൾ? പാക്കേജ് എല്ലാം ഇവിടെ നമ്മൾ ബൈക്ക് ടൂറും ചെയ്യും, വണ്ടിയിൽ പോകുന്നതും ചെയ്യും. അത് ഏറ്റവും കുറഞ്ഞത് 5 നൈറ്റ് തൊട്ട് പിന്നെ 10-12 ദിവസം വരെയൊക്കെ ഉള്ള ടൂറുകൾ, പല പാക്കേജസ് ഉണ്ട്. പല പാക്കേജ്. ഈ നമ്മുടെ സ്റ്റേയിൽ എത്ര റൂമാണ് ഉള്ളത്? ഇവിടെ മൊത്തത്തിൽ ഒരു 10-17 പേർക്കേ താമസിക്കാൻ പറ്റത്തുള്ളൂ. ചെറിയ സംവിധാനമാണ്. കാരണം ഇവിടെ മൊത്തം 6-7 റൂമേ ഉള്ളൂ. പിന്നെ അപ്പുറം നമ്മുടെ വീടില് കുറച്ച് റൂമുണ്ട്, അത് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. കുറച്ച് പിന്നെ ലേയില് കേരള ഫുഡ് കിട്ടുന്ന, അതായത് ഈ നമുക്ക് 10-12 ദിവസം വണ്ടി ഓടിച്ച് കേരളത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ചോറ്, ചപ്പാത്തി, ചിക്കൻ കറി, സാമ്പാർ, തോരൻ എല്ലാം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സത്യത്തിലേ? സൂപ്പർ അല്ലേ? ഇഡലിയൊക്കെ സൂപ്പർ അല്ലേ? രാവിലെ ഇഡലി സാമ്പാർ, ഇന്നലെ എന്തായിരുന്നു? ഇടിയപ്പം, മുട്ടക്കറി, ചെറുപയർ കറി അല്ലേ? ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇല്ലേ ഞാൻ പണ്ട ഇവിടുന്ന് പോയിരുന്നത്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാ ഞാൻ തന്നെ ഇവിടെ നിൽക്കണേ. നമ്മുടെ സ്റ്റേ അതേപോലെ നല്ല സൗകര്യമുള്ളതാണ്. ഇതിപ്പോ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. ചായ വേണ്ടവർക്ക് ചായ ഇട്ട് കുടിക്കാം. പിന്നെ ഒരു ഹാളുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ല എൻജോയ്മെന്റ് ആയിരിക്കും ഇവിടുത്തെ സ്റ്റേ. ലേ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ നോക്കിയാൽ മറ്റേ ശാന്തി സ്തൂപ, ലേ പാലസ് എല്ലാം കാണാം. മാർക്കറ്റിലേക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ, ഒരു 3/4 കിലോമീറ്റർ അത്രേ ഉള്ളൂ. വൈഫ് ഇപ്പൊ ഇവിടെ ഇല്ല അല്ലേ? വൈഫ് നാട്ടിൽ പോയേക്കോ, ഒരു 10 ദിവസത്തേക്ക്. കുറച്ച് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. ഒരു 2 പേരും, പിന്നെ മലയാളി ഒരു ഷെഫും, 2 സ്റ്റാഫുണ്ട്. 2 സ്റ്റാഫ്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുള്ളവര്, ലേ ലഡാക്ക് സന്ദർശിക്കാൻ ആവശ്യമുള്ളവർ, എന്തെങ്കിലും സംശയങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ സുധീഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങള് കംപ്ലീറ്റ് സുധീഷ് ചേട്ടനാണ് ഞങ്ങളുടെ ട്രിപ്പിന്റെ ഫുൾ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. അതെ, എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ പോകണം, എവിടെ സ്റ്റേ ചെയ്യണം, മാപ്പ് കാര്യങ്ങളെല്ലാം തന്നത് സുധീഷ് ചേട്ടനാണ്. അപ്പം വളരെ സന്തോഷം. നിങ്ങളെ ഇവിടെ സ്റ്റേയിൽ 2 ദിവസം താമസിച്ച് ഫുഡെല്ലാം കഴിച്ച് അടിപൊളിയായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, സൂപ്പർ. ഇവിടെ ലേ ലഡാക്ക് സന്ദർശിക്കുന്നവരോട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയാനുള്ളത്? ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, വരുന്നതിന് 2 ദിവസം മുന്നേ തൊട്ട് കുറച്ച് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ശരീരം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ പാകത്തിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അങ്ങനെ ഉണ്ടാകുന്നതാണ് ഇവിടെ വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് വരിക. പ്രത്യേകിച്ചും മദ്യമൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് വരുന്നതിന് 2 ദിവസം മുന്നേ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഡെയിലി ഒരു 3-4 ലിറ്റർ വെള്ളം വെച്ച് കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ കുറയും. അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കുറവുള്ളതുകൊണ്ട് രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും തലവേദന, ഛർദിയൊക്കെ വരാം. ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒത്തിരി ഏജുള്ള, ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരൊക്കെ അതിലൊരു ഡോക്ടറെയൊക്കെ കണ്ട് ചോദിച്ചിട്ട് വരുന്നത് വരാം. ആസ്മ, ശ്വാസം മുട്ടൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ആസ്മ, ശ്വാസം മുട്ടൽ, ലങ്സിന്റെ കപ്പാസിറ്റി കുറവ് കൊണ്ട് ഉള്ള പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഡോക്ടറിനെ കാണണം. ആസ്മയൊന്നും പ്രശ്നമില്ല ഇവിടെ, കാരണം ഇവിടെ അത്ര അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളെ വരത്തുള്ളൂ. പ്രായമുള്ളവർ അതുപോലെ? പ്രായം ഒരു പ്രശ്നമല്ല.
ഹെൽത്ത് ആണ് കാര്യം. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇതാണ് മെയിനായിട്ട്. ധാരാളം വെള്ളം കുടിക്കുക. ഞങ്ങൾ സുധീഷ് ഏട്ടൻ ഈ പറഞ്ഞത് പ്രകാരം ധാരാളം വെള്ളം കുടിച്ചു, കുട്ടികളെയും കുടിപ്പിച്ചു. പിന്നെ ശ്രീനഗർ വഴിയാണ് ഡ്രൈവ് ചെയ്ത് വന്ന് ഞങ്ങൾ ശ്രീനഗറിൽ പഹൽഗാം എല്ലാം കറങ്ങിയിട്ട് ശ്രീനഗറിൽ സ്റ്റേ ചെയ്തു. പിന്നെ കാർഗിലിൽ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലേയിൽ ഇപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ ദിവസം വന്ന് സ്റ്റേ ചെയ്തു. സുധീഷേട്ടൻ പറഞ്ഞു പിറ്റേന്ന് പോകാൻ കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം കളയണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടി സേഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു ദിവസം കൂടെ ഇവിടെ താമസിച്ചു. നല്ല ഫുഡൊക്കെ കഴിച്ച് ഇവിടെ താമസിക്കും. അപ്പം ഞങ്ങൾക്കിപ്പോൾ ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് നുബ്ര വാലിയിലേക്കാണ്. കർദുംഗ്ല പാസ് വഴിയാണ് പോകുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ഇനി വരുന്നവര് ഒരാഴ്ചയെങ്കിലും ഇല്ലാതെ ലേ പ്ലാൻ ചെയ്യരുത്. ലേ മിനിമം ഒരാഴ്ചയെങ്കിലും വേണം. അത്രയും വലിയ സ്ഥലമാണ്. ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങൾക്ക് 2 ദിവസമേ ഉള്ളൂ, 3 ദിവസമേ ഉള്ളൂ, ലേ കറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ഒരു ദിവസം അക്ലമറ്റൈസ് ചെയ്യാൻ തന്നെ വേണം. പിന്നെ ഒരു ദിവസം ലോക്കൽ ഏരിയ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം അക്ലമറ്റൈസേഷൻ ആക്ച്വലി 2 ദിവസം വേണം. 48 മണിക്കൂറാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസം ഫുൾ റെസ്റ്റും ഒരു ദിവസം ലോക്കൽ സൈറ്റ് സീനും പോകുന്നത്. അത് കഴിഞ്ഞ് അത് മിനിമം ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും സമയമുള്ളവര് ലേയിലേക്ക് പ്ലാൻ ചെയ്യാവുള്ളൂ. കേട്ടോ? ഭയങ്കര വികൃതികളാട്ടോ. വികൃതിക്കുന്നൊരു കുറവ്. അതെ, അനങ്ങാതൊരു നിമിഷം ഇരിക്കില്ല അല്ലേ? വണ്ടി കയറിയ പിന്നെ എന്നാ ചെയ്യും? വണ്ടി കയറിയ 3 കൂടെ അടിയാണ് ബാക്കിലിരുന്ന്. പിന്നെ ഞാൻ ഇടയ്ക്ക് വിരട്ടി നിർത്തുന്നതാ. പറഞ്ഞാലും മൂത്തവനെ തീരെ ഇല്ല. 12 വയസ്സായെങ്കിലും അവനും കുഞ്ഞുകളിയാ. ഒരു ദിവസം ക്യാമറയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നു അടി. ഞാൻ അവന്റെ അടുത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അവന്റെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അവൻ ക്യാമറ എടുക്കാം. അപ്പൊ ഇവർക്ക് ഫോട്ടോ എടുക്കണം. അതിന് അവൻ കൊടുക്കൂല. അങ്ങനെ അതിന് ബഹളം. പിന്നെ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, എടുത്തു വെക്കാൻ പറഞ്ഞു. എല്ലാം ഉണ്ട്. ഗോപ്രോ ഉണ്ട്, ഇൻസ്റ്റാ 360 ഉണ്ട്, ക്യാമറ ഉണ്ട്. പിന്നെ അവള് അതിൽ മാത്രം എടുക്കുന്നത്. ഗോപ്രോ ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ബാറ്ററി ബാക്കപ്പ് തീരെ കുറവാണ്. അരമണിക്കൂർ ആകുമ്പോഴേക്കും ചാർജ് ചെയ്യും. ഫോണിലെ ചാർജ് ചെയ്യും. അപ്പോഴേക്കും ഇതെല്ലാം കൂടെ ചാർജ് ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ശരി എന്നാല്. ഓക്കെ, ഇനി അടുത്ത വരവിന് വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങള് കൂട്ടുകാരൊക്കെ ആയിട്ട് വാ, ബൈക്ക് ട്രിപ്പോ അടിക്കാം. ഓക്കെ. അങ്ങനെ സുധീഷ് ബ്രോയുടെ അടുത്ത് കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇനി പോവാനുള്ള ഒരുക്കങ്ങളാട്ടോ നടക്കുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ 2-3 ദിവസം നിന്നപ്പോഴും രാവിലെയും രാത്രിയൊക്കെ നല്ല ലാവിഷ് ആയിട്ടുള്ള ഫുഡ്, നമ്മളെ കേരള ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഇതാണ് ഹാള് വരുന്നത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാം ക്ലീനാക്കി പാക്കൊക്കെ ചെയ്ത് ഇനി ഒക്കെ റെഡിയായിട്ട് തിരിക്കുകയാണ്. ഇനി നമ്മൾ നുബ്ര വാലിയിലേക്കാണ് പോകുന്ന വഴിയൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ നമുക്ക് പേടിക്കാനില്ലല്ലോ. ഇതെല്ലാം നോക്കി അയാനാണ് അടയ്ക്കുന്നത്. അപ്പം ഇന്ന് 14ാമത്തെ ദിവസമാണ് കേരള ടു ലഡാക്ക് യാത്രയുടെ. ഞങ്ങളിപ്പം ലേയിൽ നിന്ന് നുബ്ര വാലിയിലേക്ക് പോവാണ്. ഇപ്പൊ സമയം രാവിലെ 9:30. മക്കളൊക്കെ സ്വെറ്ററൊക്കെ ഇട്ട് റെഡി ഉണ്ട്. ആരുഷി ഒരു ഹായ് പറ. ഒരു ഹായ്. അയാൻ ഹായ്. അപ്പോൾ കർദുംഗ്ല പാസ് വഴിയാണ് പോകുന്നത്. 17,000 സംതിങ് ആണ് ഹൈറ്റ്. പോയി നോക്കട്ടെ എന്താവുമെന്ന് അറിയില്ല. ഇതാണ് കാലാവസ്ഥ. വെയിലും തണുപ്പുമാണ്. അപ്പൊ നമ്മൾക്കിനി വഴിയെ കാണാം. അപ്പൊ നമ്മൾ പോകുന്ന വഴി ഇതാ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. റോഡ് പാതയൊന്നുമല്ല, അല്ലാതെ കുണ്ടും കുഴിയും പോലത്തെ റോഡാണ്. അപ്പൊ അതേ മലകളൊക്കെ മേഘങ്ങൾ മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ഭാഗത്ത് ഷെയ്ഡുകളുണ്ട്. ഹാരിഷ് പറഞ്ഞ പോലെ ബ്ലോക്കിൽ പെട്ടൊന്നല്ല കേട്ടോ. ഇവിടെ ഇൻലൈൻ പെർമിറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു. അപ്പൊ അവിടെ ഓരോ വണ്ടികളും നിർത്തിയിട്ട് അവരത് നോക്കുമായിരുന്നു.
ഇവിടെ പെർമിറ്റ് ചെക്ക് ചെയ്യാണ്. അവിടെ നമുക്ക് പോകാനുള്ള സ്ഥലം. അവിടെ പെർമിറ്റ് നമ്മൾ നോക്കുന്നത്, പെർമിറ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ ഓൺലൈനിൽ എടുക്കും. ലേന്ന് ലഡാക്കിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഇൻലൈൻ പെർമിറ്റ് എടുക്കണം. അപ്പം അത് നമുക്ക് തന്നെ എടുക്കാവുന്നേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമ്മള് തന്നെ എടുത്തത്. 12 വയസ്സിൽ മുകളിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൂടെ എടുക്കണം. നമ്മളെ 12 വയസ്സായില്ല, എന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് എടുത്തോളൂ. ഒരാൾക്ക് 400 രൂപ വെച്ചായത്, 800 രൂപ ഇൻലൈൻ പെർമിറ്റ്. നമ്മള് ഫുൾ സ്ഥലങ്ങളും സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് സ്ഥലങ്ങൾ കുറവുള്ളതിനനുസരിച്ച് പൈസ കുറയും. നമ്മളിനി എന്തൊക്കെയാ പ്ലാൻ എങ്ങനെയാണെന്ന് അറിയില്ല. അല്ല, അപ്പൊ പെർമിറ്റ് എടുക്കാത്തവർ ഇവിടെ വന്ന് പെർമിറ്റ് എടുക്കാൻ പറ്റും? അവിടെ അവിടെ നിന്ന സ്ഥലത്ത് നിന്ന് അവിടെ വന്നിട്ട് പെർമിറ്റ് എടുക്കുന്നത് പെട്ടെന്ന് കഴിയും. 10 മിനിറ്റിന്റെ പരിപാടി. പിന്നെ അത് ഓൺലൈൻ എടുക്കാൻ അറിയാത്തവർ അവിടെ വന്നിട്ട് എടുക്കാം, ഏജൻസി വഴി എടുക്കാം. അല്ല, അവിടെ ചെക്ക് ചെയ്യുന്ന അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? അവിടുന്ന് പെർമിറ്റ് ഉണ്ടെങ്കിൽ അവർ കയറ്റി വിടുള്ളൂ. എന്തായാലും പെർമിറ്റ് എടുക്കണം. അവിടെ പെർമിറ്റ് എടുക്കാതെ വന്നവരാണെങ്കിൽ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ പെർമിറ്റ് എടുക്കാൻ പറയും. ഓൺലൈനായിട്ട് പെർമിറ്റ് എടുത്തിട്ട് പിന്നെ കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന റോഡിന്റെ അവസ്ഥ ഇതാണ്. ലേന്ന് നുബ്രയിലേക്ക് പോകുമ്പോൾ ഇതാ ഇങ്ങനെയാണ്. ടാറിട്ട റോഡൊക്കെ ലേ വരെ നല്ല അടിപൊളി റോഡായിരുന്നു. ഇവിടുന്ന് ലേന്ന് കുറച്ച് ദൂരം ഇങ്ങനെ കാണുള്ളായിരിക്കും, പക്ഷെ കുണ്ടും കുഴിയൊന്നുമില്ല, ടാറില്ലാന്നേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. വലിയ ഇത് ചിലപ്പം പുതിയ ടാറിങ്ങിന് വേണ്ടി പൊളിച്ചതാ, എന്തെങ്കിലും ആയിരിക്കും. ഇതേപോലെയാണ് ഇപ്പത്തെ വഴി ഇരിക്കുന്നത്. നല്ല പൊടിയാണ്, നല്ല പൊടിയുണ്ട്. മുമ്പിലൊരു വണ്ടി പോയാൽ നല്ല പൊടിയാണ്. ഇതാണ് മറ്റേ ലേ അടിയിലാണ്. നമ്മള് ലേയില് ഏകദേശം 11,562 അടിയാണ് ഹൈറ്റ് ലേ. നമ്മൾ അതിലും ഹൈറ്റിലേക്കാണ് ഇപ്പൊ പോകുന്നത്, സീ ലെവലില്. നുബ്രയിലേക്ക് പോകാൻ വേണ്ടി കർദുംഗ്ല ക്രോസ് ചെയ്ത് വേണം പോവാൻ. കർദുംഗ്ല 17,000 അടിയാണ്. കർദുംഗ്ല ക്രോസ് ചെയ്യണം. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം അത് മോശം റോഡ്? അതൊരു 6-7 കിലോമീറ്റർ ഉണ്ട്. 6-7 കിലോമീറ്റർ മോശം റോഡായിരുന്നു. പിന്നെ ഇതേ നല്ല റോഡായിട്ടുണ്ട്. അതിപ്പോ റിവർക്ക് നടക്കുന്നതാന്ന് തോന്നുന്നു. ഇത് നല്ല റോഡാണ്. ഇതേ താഴത്തെ വ്യൂ. അതേ അതിലേക്കാണ് നമ്മള് പോവാനുള്ളത്, അവരൊക്കെ റോഡുകൾ. ഇപ്പൊ കൊറേ ദൂരത്തേക്ക് നല്ല വഴി തന്നെയാണ്. ദേ അവിടെ കണ്ടില്ലേ വണ്ടികൾ പോകുന്ന, അങ്ങനെ പോണം. താഴത്തോട്ടുള്ള വ്യൂസ് ഇങ്ങനെയാണ്. അപ്പൊ നമ്മള് ഇന്ന് കർദുംഗ്ല വഴി നുബ്ര വാലിയിലേക്ക് പോയിട്ട് പിന്നെ നുബ്ര വാലി അവിടെയാണോ സ്റ്റേ? അണ്ടർ സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, ഫാക്ടറി ആൻഡ് ഗ്യാമൽ റൈഡും ഉണ്ട്. സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് ഇവിടത്തെ ആൾക്കാർ ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല, മെല്ലെ ഓടിക്കുന്നത്. 2 മണിയാണ് സമയം കാണിക്കുന്നത്. ഏകദേശം 4 മണിക്കൂറാണ്. 4 മണിക്കൂർ എന്ന് പറഞ്ഞാല് പെട്ടെന്നൊന്നും എത്താൻ കഴിയില്ല ഇങ്ങനത്തെ വഴി ആയതുകൊണ്ട്. അതാ താഴെ ലേല ആൾക്കാർ, അതാ ലേല വ്യൂ. അതാണ് ഫസ്റ്റ് വ്യൂ ഓഫ് ലേ എന്ന് പറഞ്ഞിട്ട് ഇത് അവിടെ നിർത്താം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ അപ്പൊ നമ്മള് ഫസ്റ്റ് വ്യൂ ഓഫ് ലേ ഇവിടേക്ക് പോവാണ്. മണാലി സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഫസ്റ്റ് വ്യൂ ഓഫ് ലേ കാണാൻ എന്താ ഇവിടുന്ന് കാണാം കേട്ടോ. ഈ ടോപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ താഴെ ഇടയിൽ ലേ അങ്ങനെ കാണാൻ പറ്റും. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ നിന്നുള്ള ഒരു വ്യൂ. ചുറ്റും മലകളായിട്ട് നടുവിൽ ലേ. അവിടുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോന്നു. മക്കളൊക്കെ വണ്ടിയിൽ തന്നെ നിർത്തി കേട്ടോ, അവരിറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മാത്രമാണ് അങ്ങോട്ടേക്ക് കയറിയത്. ഇവര് കുറേ പേര് ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യാത്ര പിന്നെയും തുടങ്ങി. പിന്നെ മുകളില് കോട, മേഘം താന്നതാണ് മലയുടെ മുകളില്, കോടയാണോ എന്ന് മനസ്സിലാവുന്നില്ല അല്ലേ.
ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, കടകളും ഐ ലവ് ലഡാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറെ പേര് നിൽക്കുന്നുണ്ട്. ഇവിടെ വ്യൂ നല്ല വ്യൂ ആണ് തോന്നുന്നു. ഇവിടെ ഭക്ഷണം ഇതൊക്കെ ഉണ്ട്, ഐസ്ക്രീം അങ്ങനെ എല്ലാം ഉണ്ട്. കുറെ പേര് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ വ്യൂ നല്ലതാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെയാണ് വ്യൂ. കല്ലുകളൊക്കെ ഉണ്ടല്ലോ ഉരുണ്ട് വീണ. റോഡിന്റെ മുകളിലൊക്കെ കുറെ കല്ലുകൾ ചെറുതായിട്ടുണ്ട്. ക്ലിയർ ചെയ്തതാണെന്ന് തോന്നുന്നു വീണിട്ട്. അവിടെയൊക്കെ ഉരുളൻ കല്ലുകളാണ് നിറയെ. പോകുന്ന വഴി നമ്മളല്ലേ അവിടെ അവിടെയാണ്. ഇവിടെയൊക്കെ റോഡ് പൊളിച്ചിട്ട് പുതിയത് പണിതാന്ന് തോന്നുന്നു. ടാറിന്റെ കഷ്ണങ്ങളും പൊട്ടിയതൊക്കെ റോഡിന്റെ ഒക്കെ അവിടെ സൈഡിലായിട്ടുണ്ട്. അവിടെ എന്തോ കുറച്ച് ആൾക്കൂട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തോ കാണുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. എന്താ നോക്കാം. ഇവിടെ കുറേ ബൈക്കേഴ്സ് ഉണ്ട്. എത്രയോ റെസ്റ്റ് ഒക്കെ ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ പെർമിറ്റ് ഉണ്ടോന്ന് നോക്കാണ്. അവിടെ ചെക്കിങ് നടത്തി. ആർമിക്കാരാണ്. നമ്മളിങ്ങനെ പോവാണ്. ഇപ്പൊ ഇവിടുന്ന് നമ്മള് കർദുംഗുല പാസിലേക്ക് പോവാണ്. മുകളിലൊക്കെ മഞ്ഞ് അടുത്തടുത്ത് കാണാൻ തുടങ്ങി. ടൗൺ ആണ് ഇവിടെ കിടക്കുന്നത്. താഴെ ടൗൺ. നമ്മൾ ഇത്രയും ഹൈറ്റിലെത്തി. ഇതെന്താ സംഭവം? ഉണ്ടാക്കി വെച്ചു. അവിടെയൊക്കെ മഞ്ഞാണ്. നമ്മൾ ആ മഞ്ഞിന്റെ അവിടെ അതിലൂടെയാണ് പോണ്ടത്. അവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട്. അതേ നമ്മള് മഞ്ഞൊക്കെ ഇവിടെ അടുത്തുനിന്ന് കാണുന്ന കേട്ടോ. മഞ്ഞൊക്കെ നമ്മള് ഇവിടെ അടുത്തത്. ഇത് നല്ല ക്ലിയർ ഉള്ള നല്ല വൃത്തിയുള്ള മഞ്ഞാണ്. കണ്ടില്ലേ മഞ്ഞ് നല്ല അടിപൊളി ആയിട്ടുണ്ട്. മഞ്ഞ് കണ്ടപ്പോൾ കുറച്ചു നേരം മഞ്ഞിൽ ഇറങ്ങി കളിച്ചു. എന്താ വരുന്നത്? അവിടെ അപ്പൊ ആരുഷിതേ മണ്ണെറിയാൻ പോന്ന്. ദേ ഇവിടെ വാരി എറിയുന്നിട്ടോ മഞ്ഞ്. അവിടെ നിൽക്കേ, റോഡിലേക്ക് പോരുത്. ഞാന് മഞ്ഞ് വരട്ടെ. ഓ സോ സോഫ്റ്റ്, എന്തൊരു സോഫ്റ്റ്. മേലെ എറിയരുത്. നല്ല സോഫ്റ്റ്. അതെ ഞാനിതാ മഞ്ഞ് വരാൻ പോകട്ടോ. എന്തൊരു സോഫ്റ്റ് അറിയാം മഞ്ഞ്. ഇതാ ഏട്ടനറിയാം. മഞ്ഞ് നിറയെ അവിടെ പൊതിഞ്ഞ് കിടക്കാണ്. അവിടെ നിറയെ മഞ്ഞാണ്, മൂടി കിടക്ക, കല്ലൊന്നും കാണാതെ വെള്ള പോലെ.
ദേ ഇവിടെയൊക്കെ ഹൈറ്റിൽ മഞ്ഞാണ്. നമ്മൾ പതിയെ പതിയെ അങ്ങനെ പോവാണ്. റോഡ് സൈഡിലൊക്കെ നല്ല വൃത്തിയുള്ള മഞ്ഞാണ്. ഇതുവരെ കണ്ട പോലത്തെ അല്ല, എല്ലാം നല്ല വൃത്തിയുള്ള. സോനാമാർഗില് മഞ്ഞായിരുന്നു, പക്ഷെ ഇവിടെയൊക്കെ നല്ല വൃത്തിയുള്ള വെള്ള മഞ്ഞാണ്. കഴിക്കാൻ പറ്റുമോ? കുഴിയുള്ള ഭാഗത്തൊക്കെ അവര് മണ്ണിട്ടിട്ട് റോഡ് ക്ലിയർ ചെയ്യാണ്. കുറെ ഭാഗത്ത് നല്ല കുഴിയുണ്ട്. അപ്പം യാത്രാ സൗകര്യത്തിനായിട്ട് അവര് മണ്ണൊക്കെ ഇട്ട് നല്ല ലെവലാക്കുന്നുണ്ട്. അവിടെ നമ്മള് ലേ അങ്ങ് ദൂരെയാണ്, നല്ല ഹൈറ്റിലെത്തി നമ്മള്. മഞ്ഞുണ്ട് അല്ലേ, ചളിയായിട്ട് ഇരിക്കുന്നുണ്ട്. മെല്ലെ പോവാം, അവിടെ റോഡിലൊക്കെ മഞ്ഞുണ്ട്. നമ്മള് മെല്ലെ മെല്ലെ പോവാം, സ്ലിപ്പായി പോകണ്ട. ഐസ് നല്ല ഒരു കൂർത്ത പോലെ ഐസായിട്ട് കിടക്കുന്ന. അവിടെ അവരൊക്കെ ഐസില് കളിക്കുന്നുണ്ട്. വേണ്ട നോക്ക്, സ്ലിപ്പായി പോണ്ട. അതേ ഐസ്, നിറയെ ഐസാണ്. നോക്ക്, ഞങ്ങൾക്ക് ഗ്ലൗസ് ഉണ്ട്. നല്ല തണുപ്പാണ്, മഞ്ഞിന്റെ കൂമ്പാരമാണ്. അവിടെ നിറയെ ബ്ലോക്കാണ് തോന്നുന്നു, മറ്റേ കർദുങ്കില പാസിലേക്കുള്ള ബ്ലോക്കാണെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ വരെ ബ്ലോക്കാണ്. ഇവിടെ കർദുങ്കില പാസിലേക്കുള്ള ബ്ലോക്കാണെന്നാ തോന്നുന്നത്. മാപ്പില് റെഡ് ആണ് കാണിക്കുന്നത്. റെഡ് ആണ് കാണിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, റോഡിലൊക്കെ മഞ്ഞാണ്. ഈ തണുപ്പത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ചില വണ്ടികൾക്കൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ടായിരുന്നു. അവിടെ ഏതോ ഒരു വണ്ടി നല്ലോണം പുക വരുന്നുണ്ട്, നല്ല ഇതിലുണ്ട്. ഇവിടെ നിന്നൊക്കെ വണ്ടി ഓഫായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് കറുത്ത പുകയും വെളുത്ത പുകയും എല്ലാം വരുന്നുണ്ടായിരുന്നു. വണ്ടി ഓഫ് ചെയ്യാതെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തിയിടാൻ, ഇല്ലെങ്കിൽ പണി കിട്ടും ഉറപ്പാണ്. നല്ലോണം പുക പോകുന്നുണ്ട്. നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് ഇവിടെ. കണ്ടോ, അവിടെ കർദുങ്കല പാസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നല്ല ബ്ലോക്കുമാണ്. കർദുങ്കല ടോപ്പിലേക്കുള്ള തിരക്കാണിത്. കർദുങ്കല കർദുങ്കല बस में बैठता जब आएगा तो ले लिया। आया ഒരു മിനിറ്റ്, ആയ ഇങ്ങോട്ട് മാറ്. എടുക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. സൈഡിൽ നിന്നോ.
അങ്ങനെ എങ്ങനെയോ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മഞ്ഞ് വീഴുന്നു. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഖർദുംഗല പാസിലാണ്. നല്ല തിരക്കാണ്. കുറച്ച് ഫോട്ടോസേ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ ഇതിപ്പം ഏകദേശം എത്ര 17,982 ഫീറ്റാണ് ഇപ്പൊ ഈ ഒരു ഖർദുംഗല പാസിന്റെ ഹൈറ്റ്. ഇനി നമ്മൾ പോകുന്നത് നുബ്ര വാലിയിലേക്കാണ്. അപ്പൊ ഇവിടെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുന്നില്ല. ഭയങ്കര സ്മെല്ലാണ് വണ്ടികളുടെ. ടോപ്പിലെത്തിയപ്പോഴേ മൊത്തം ബ്ലോക്കാണ്. വണ്ടികളുടെ ഒരുമാതിരി പുക, എഞ്ചിന് ഡീസൽ കത്താതെ പെട്രോളോ ഓയിൽ കത്തിയിട്ടോ റേസ് ചെയ്ത് ക്ലച്ച് കത്തിയിട്ടോ അതിന്റെ മണോ. ഇറങ്ങുമ്പോ പിന്നെ അതേപോലെ മഞ്ഞിൽ ചവിട്ടുമ്പോ സ്ലിപ്പായി പോണ്ട്. കാലത്ത് കയറ്റിയിട്ടാല് ശ്വാസം കിട്ടില്ല. ഇവരൊക്കെ മഞ്ഞിലാണ് കളിക്കാൻ കൊടുക്കത്തെ പോയി. ഖർദുംഗല പാസിലെത്തി. നല്ല വഴുക്കാണ്. അതെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. ഖർദുംഗലയിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. മഞ്ഞ് വീഴുന്നുണ്ട് നല്ലോണം. മഞ്ഞ് നല്ല മഞ്ഞ് വീഴുന്നുണ്ട്. ഓക്സിജൻ അടിച്ചപ്പോ ശരിയായി. അങ്ങനെ വെച്ചാ വെള്ളം കുടിക്കാൻ പറയും. മഞ്ഞ് പാറി നമ്മളെ വണ്ടിക്കകത്താ കേറുന്നുണ്ട്. മഞ്ഞൊക്കെ വരുന്ന മെല്ലെ 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 പോവാ. രാവിലെ വന്ന അവിടെ ചങ്ങല ഇടാതെ എങ്ങനെ പോവും? അതാ പറഞ്ഞേ, നല്ലോണം മഞ്ഞ് വീഴുന്നുണ്ട്. എല്ലാം മഞ്ഞാണ്. ഡാഷ്ബോർഡിന്റെ ക്യാമറ ഐസ്. ഇത് ടയത് വിട്ടേ നോക്കാം. അത് കണ്ടി അവർക്ക് ഒന്ന് നോക്കി. അതില് ഇനി അവന്തിക വെള്ളം കുടിക്കി. മെല്ലെ 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 പറിച്ചു കൊടുക്കാൻ. അവിടെ അവള് പറിക്കുന്നൊക്കെ പറയുന്നു. അവിടെ നിന്ന് നോക്കി ഇവിടെ ഐസിന്റെ ഇതൊക്കെ ഇങ്ങനെ പകുതിയായിട്ട് ഇരിക്കുക. പക്ഷേ ഈ ഹൈറ്റില് നമ്മളെ വണ്ടിക്ക് കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല അല്ലേ? മഞ്ഞ് തന്നെ മഞ്ഞ്, വേറെ ഒന്നും കാണാനില്ല. റോഡ് ഇത് ഇത്തിരി ഉള്ളൂ. സൺഗ്ലാസ് പോയോ? ഇങ്ങനെ നോർത്ത് ഫുള്ള് എത്തിയിട്ട് ഉറങ്ങിയാൽ മതി എന്നാ പറഞ്ഞ ഇവിടെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വയ്യാണ്ട വരുമെന്ന്. കുറച്ചും കൂടെ നമ്മളിപ്പോ ഇറങ്ങാൻ വഴി നോക്കണേ. നമ്മള് ഇപ്പം ഖർദുംഗല ഇറങ്ങാണ്. ഖർദുംഗലയിലെ മഞ്ഞ് ഇപ്പൊ സമയം എത്രയാ? 12 മണി. രാവിലെയൊക്കെ ഇറങ്ങിയാല് മഞ്ഞായിരിക്കും മൊത്തം റോഡിലുണ്ടാവും. റോഡില് മഞ്ഞായിരുന്നു തന്നെ. ഇതിപ്പോ വെയിലായി, മഞ്ഞല്ല, റോഡിലെ മഞ്ഞൊക്കെ ഉരുക്കി. പിന്നെ വണ്ടികളൊക്കെ പോയതുകൊണ്ട് സ്നോഫോൾ ഉണ്ട് ചെറുതായിട്ട്. നമ്മൾ അകത്തേക്കൊക്കെ വണ്ടിയുടെ അകത്തേക്കൊക്കെ നല്ല സ്നോഫോൾ ഉണ്ട്. മഞ്ഞ് 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 അടിപൊളി മഞ്ഞ്. ഇനി അവിടെ കുറേ
കുറേ പേര് അവിടുന്ന് മഞ്ഞിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. നമുക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മള് മഞ്ഞിന്റെ സൈഡിൽ മഞ്ഞാണ്, മഞ്ഞ് കളിക്കണം പറഞ്ഞ് വന്ന ആൾക്കാര് മഞ്ഞ് കണ്ടപ്പോ അടുപ്പിച്ച് മഞ്ഞ് 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 വാരി കളിക്കുന്നത്. എടുത്താ നല്ല മഞ്ഞ് കഴിക്കുക. ആരുഷി എന്തൊക്കെ? ഓ നല്ല കട്ടി കട്ടിയാ. മറ്റടുത്ത് മറ്റേ പഞ്ഞി പോലെ ചെറിയ ക്രിസ്റ്റൽസ് ആണല്ലേ, കുഞ്ഞു ക്രിസ്റ്റൽസ്. ഐസ് തിന്നിട്ടോ നല്ല ഫ്രഷ് ഐസ്. നല്ല ഫ്രഷ് ഐസ്. നമുക്ക് ഐസ് വരതി ഉണ്ടാക്കാം. മാങ്ങ ഉപ്പിലിട്ടതിന്റെ വെള്ളം കൊണ്ടുവന്ന ഐസ് വരതി ഉണ്ടാക്കി കഴിക്കാം. നോക്ക് ഇങ്ങോട്ടൊക്കെ. ഉണ്ടാക്കണോ? അങ്ങനെ ഉണ്ടാക്കണോ? ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ നോക്കിയിട്ട് ആദ്യമേക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോ നമ്മളിത് പിന്നെ ഇറങ്ങി നമ്മൾ അങ്ങോട്ട് താഴോട്ടേക്ക് പോവാണ്. നോക്കാം, കുറച്ച് ഹൈറ്റ് ആവുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാ ഇത്രയും ടോപ്പിലായിരുന്നു. ആ ടോപ്പിൽ നിന്നാണ് ഇപ്പൊ താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ. മഞ്ഞില് വീണ് കിടന്നാലും നമ്മളൊന്നും ആവില്ല കേട്ടോ, മരിച്ചിട്ട് അതേപോലെ കിടക്കും. അപ്പൊ അവിടെ താഴോട്ടൊക്കെ മഞ്ഞുണ്ട്. നമുക്ക് താഴെ പോയിട്ട് മഞ്ഞുണ്ടാക്കിയിട്ട് സ്നോമാൻ ഉണ്ടാക്കാം. സ്നോമാൻ ഉണ്ടാക്കുന്നതാ. ഓരോരുത്തരും മറഞ്ഞു വീഴുന്നു സ്നോയില്. വഴുക്കായിട്ട് മെല്ലെ 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 മെല്ലെ. അപ്പൊ അതേ മഞ്ഞിലേക്ക് കാല് വെക്കുന്നു. അവിടെ ചളിച്ചോ? അവിടെ ചാളിയാക്കല്ലേ. ഉണ്ടാക്ക്. സ്നോമാൻ എങ്ങനെ ഉണ്ടാക്കുക? ബോഡി വഴിക്ക് വീഴല്ലേ. മഞ്ഞ് വാരി എറിയാണ്. എറി. വാ 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 വാ. മതി മതി. കർപ്പൂരാണ്. കർപ്പൂരം മണക്കുമ്പോ കൊറേ സമാധാനം ഉണ്ടാവും. Karpuram is the best solution for high altitude. അതെ, ആരുഷിക്കും ചെറിയ പ്രശ്നം വന്നു, ആന്റിക്കും ചെറിയ പ്രശ്നം വന്നു. വെള്ളം കുടിക്കണം. അപ്പൊ നമ്മള് കർദുങ്കല ഇറങ്ങി അങ്ങനെ പോവാം. ഇല്ല, അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റൂല. നമുക്ക് കുറച്ച് ദൂരെ പോയിട്ട് വിളച്ചു ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുക. അതെ, എല്ലാരും ഓരോ സ്ഥലത്ത് നിർത്തുന്നുണ്ട്. താഴോട്ട് പോകുമ്പോ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത് നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലമല്ലേ. 17,000 സംതിങ് ആണ് ആൾട്ടിറ്റ്യൂഡ് വരുന്നത്, ഫീറ്റ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളാണ്. കുറെ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്. അവര് ചിലപ്പോ മണാലിന്ന് നേരെ വരുമായിരിക്കും. മണാലി വഴി വരുന്നതായിരിക്കാം, ചിലപ്പോ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വരുന്നവരായിരിക്കാം. കൊറേ പേരുണ്ട് ബൈക്ക് റൈഡേഴ്സ്. ക്യാമ്പാന്ന് തോന്നുന്നു. കുറെ റൈഡേഴ്സ് നിങ്ങളെ കൊണ്ടുവന്നില്ലെങ്കിലും അത് ആ ഡോക്ടർ പറഞ്ഞ പോലെ കിംസിലെ അല്ല ആരുഷി മിസ് ചെയ്യും നിങ്ങൾക്കത്.
കുട്ടികളെയൊക്കെ കൊണ്ടുപോകണം, അല്ലാതെ നമ്മൾ മാത്രം വന്നിട്ട് എന്ത് കാര്യം. നമ്മളെ വില്ല ഫാമിലി എല്ലാരും കൂടി മഞ്ഞൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പൊ സൈഡിലൊക്കെ മഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. അപ്പൊ താഴോട്ട് നമ്മളിങ്ങനെ ഇറങ്ങുന്നതാണ്. അപ്പുറത്തുണ്ട് ഫുൾ മഞ്ഞിലായിരുന്നു കളി. ഇതേ നമ്മൾ ആ മുകളിലുള്ള ടോപ്പിൽ നിന്നാണ് വന്നത് ഇപ്പൊ താഴോട്ടേക്ക്. അത്രയും ഹൈറ്റ് അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് വണ്ടികളൊക്കെ പോകുന്നത് ചെറിയതായിട്ട്. അതെടുത്ത് താഴോട്ട് എത്തിയിട്ടുണ്ട്. നോർത്ത് പുള്ളു എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് വലിയ 17,000 അടി ഉയർത്തുന്ന താഴോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോർത്ത് പുള്ളു 15,300 ഉള്ളൂ. അപ്പൊ പിന്നെ കുറച്ച് ഇവിടെ വന്നിട്ടാണ് നമ്മളൊന്ന് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ കിടക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതുവരെ ആരും ഉറങ്ങാനോ കിടക്കാനോ പാടില്ല. നമ്മള് എങ്ങനെയാ ക്ഷീണിച്ച് കിടക്കാണോന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ വന്നിട്ട് ഇനി നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഹോട്ടായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട്, ഇവിടെ കുറേ കടകളും എല്ലാം ഉണ്ട്. ഇതേ കണ്ടില്ലേ, വെൽക്കം ടു നോർത്ത് പുള്ളു. ഇവിടെ കുറേ ആർമീൻ്റെ ഒക്കെ ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വല്ല മെഡിക്കൽ എമർജൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതാക്കാം. പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ സ്നാക്സൊക്കെ ഇവിടുന്ന് നമുക്ക് കിട്ടും. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റും എന്തെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിൽ ലൈറ്റായിട്ടുള്ളൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കഴിക്കാം. കുറേ കടകളുണ്ട്. മഞ്ഞ സ്ഥലത്തുണ്ട് അവിടെ. യാക്ക് മഞ്ഞിന്റെ എങ്ങനെയുണ്ട് അരിശി? കണ്ട അവന്തിക? ഇത് കണ്ടില്ല? ചെന്നായി എന്താണ് ആ കല്ലിന്റെ അടുത്ത് അതാ പോകുന്നുണ്ട്, അതാ അങ്ങോട്ട് പോകുന്നു. നായാണോ എന്താ അറിയില്ല. യാക്ക് നിറയുണ്ട്. ഇതേ നമ്മൾ ഇനിയിപ്പോ നോർത്ത് പുള്ളൂന്ന് അവിടെ ഒരു എൻട്രി ഉണ്ട്. അവിടെ അവര് നമ്മളെ വണ്ടി നമ്പർ, ഏത് വണ്ടിയാണ്, എത്ര പേരുണ്ട്, എത്ര ഫീമെയിൽ ഉണ്ട്, എത്ര മെയിൽ ഉണ്ട്, കുട്ടികൾ എത്ര, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മളവിടെ എൻ്റർ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. നല്ല ഇറക്കത്തിലേക്കാണ്, ഹൈറ്റ് കുറഞ്ഞ് താഴെ എത്തി. നമ്മൾ ആ ടോപ്പ് നിന്നാണ് വന്നത്. ഇവിടെ നോർത്ത് പുള്ളൂൽ എത്തിയിട്ട് മക്കളോട് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞതായിരുന്നു. അവിടെ ഹൈറ്റ് കുറഞ്ഞിട്ട് ആ ഹൈറ്റുള്ള സമയത്ത് ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഒരു ലോക്കലായിട്ടുള്ള ടാക്സി ഡ്രൈവറാണ് വന്ന് പറഞ്ഞത്. അവർ ഡെയിലി പോയി വരുന്നതല്ലേ, അവർക്കറിയാലോ. അപ്പം നമ്മൾ നോർത്ത് പുള്ളു കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഗ്രാമം പോലെ അല്ലേ? സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ കർദോങ് വില്ലേജ്. ഇത് കർദോങ് വില്ലേജ് ആണ്. അതേ ഫസ്റ്റ് വ്യൂ ഓഫ് ഷോക്ക്. ഈ ഒരു താഴ്വാരകളിലൂടെ പോവുകയാണ്. ടൂറിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കർദുങ്കലയിൽ കുറച്ചു നേരം ബ്ലോക്കിൽ പെട്ടത് അല്ലേ? ആ ഒരു ഏരിയയില് കുറെ പേര് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നോണ്ടാണ് മൊത്തം ബ്ലോക്കായി. ഒരു 5 മിനിറ്റ് ഒക്കെ നിൽക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നിൽക്കേണ്ടി വന്നു. അതിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് തലവേദന, ശ്വാസം ഇല്ല. അതിനിടയിൽ വണ്ടികളെല്ലാം കംപ്ലൈന്റ്, പല വണ്ടികളും ഭയങ്കര വെള്ളപ്പുകയും കറുത്ത പുകയും എല്ലാം കൂടെ. ആളുകൾ കയറ്റം കയറാൻ ക്ലച്ച് താങ്ങി എടുക്കുന്നോണ്ട് ക്ലച്ച് കരിഞ്ഞ മണവും ഓക്സിജൻ തീരെ കിട്ടുന്നില്ല. നമുക്ക് ആ ഹൈറ്റിൽ എത്തുമ്പോൾ സ്മെല്ലും ഭയങ്കര ബുദ്ധിമുട്ട് മനസ്സിലാവും. മക്കൾക്ക് അതാണ് കൂടുതൽ. കുറച്ചു നേരം അവർ കാറിലിരുന്നു, പക്ഷെ അതുകൊണ്ടാണ് അവർക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. ചെറുതായിട്ടേ ഉള്ളൂ, വലിയ പ്രശ്നം ഉണ്ടായില്ല. 2-3 പഫ് ഓക്സിജൻ അടിക്കേണ്ടി വന്നു. 2-3 പഫ്. മറ്റാള് കുറച്ചുകൂടെ താഴെ എത്തിയപ്പോഴാണ് കുറച്ച് സ്നോയിൽ കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരുന്നു, ഐസ്മാൻ ഉണ്ടാക്കാൻ. അപ്പോഴാണ് ആരുഷിക്ക് കുറച്ചൊരു പ്രശ്നം തോന്നി.
ഒരു 2 പഫ് അടിച്ചു. നമ്മളിപ്പോ ഇങ്ങോട്ട് അത് വേറെ കളറ്. ഇത് ചോപ്പാണെങ്കിൽ അതിന്റെ മുകളിൽ അതന്നെ വയലറ്റ് കളറും പിന്നെ അതിന്റെ മോൾ ഭാഗം കരിഞ്ഞ പോലത്തെ കളറും അതേപോലെ ഉണ്ട് കളറ്. ആ ടോപ്പിലൊക്കെ അങ്ങനത്തെ ടൈപ്പ് തന്നെയാണ്. നല്ല ഡാർക്ക് കളറ്. ഷോക്ക് റിവർ താഴെ പോകുന്ന ഷോക്ക് റിവർ ആണ് താഴെ കൂടെ ഒഴുകുന്നത്. റോഡ് പോകുന്ന കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ കളർഫുൾ കല്ലുകൾ, കുറെ സ്ഥലത്ത് വേറെ കല്ല്, കുറെ സ്ഥലത്ത് വേറെ കല്ല്, അതിന് പലവിധ കളറുള്ള കല്ലുകളാണ്. നല്ല ഭംഗി. കൊണ്ടിട്ടതാണോ അറിയില്ല, എന്തായാലും നല്ല കളർഫുൾ കല്ലുകൾ. കുറച്ച് മണല് കൂട്ടിയിട്ട പോലെ. ഉരുളൻകല്ലുകൾ മാത്രം കൂട്ടിയിട്ടൊന്നല്ല, അത് സാധാ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇടിഞ്ഞു പോകുന്നതാണ്. ഒന്ന് തൊട്ടാ താഴെ വീഴുന്ന പോലെയാണ്. അയ്യോ, ഒരു ഫോട്ടോ എടുക്കണോ? ഷോക്ക് റിവർ ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്യുന്നത് നല്ല മണലാണ്, കണ്ടില്ലേ? ഇത് തരിച്ചാൽ തന്നെ നല്ല മണല് കിട്ടും. താഴെ ഷോക്ക് റിവർ, പക്ഷെ വെള്ളം കുറവാണ്. ഷോക്ക് റിവറിന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ഈ പോകുന്നത്. ഇതാണ് ഒരു വ്യൂ. താഴെ മിലിറ്ററി ക്യാമ്പ് ഉണ്ട് ഇതവിടെ. നമ്മളൊരു വില്ലേജിലൂടെ പോവാണ് ഇപ്പം. നമ്മള് ഒരു വില്ലേജാണ് അല്ലേ? ഇവിടെ വല്ല മെഡിക്കൽ എമർജൻസി കണ്ട് ഇവിടെ ചിലപ്പോൾ കാണിച്ചാൽ മതി അല്ലേ? ഇവിടെ കണ്ടില്ല, മിലിറ്ററി ക്യാമ്പാണ്. അവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഷോക്ക് റിവറിന് പാരലലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. റിവറിൽ പക്ഷെ വെള്ളം കുറവാണ്, വെള്ളമൊന്നുമില്ല അധികം. ഇതിപ്പോ ലേനേക്കാളും ആൾട്ടിറ്റ്യൂഡ് കുറവല്ലേ? ഇത് ഏകദേശം എത്ര ഉണ്ടാവും? മക്കളൊക്കെ ഇപ്പൊ ഉറങ്ങാണ്. അവരോട് നോർത്ത് പുള്ളിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞുകൊണ്ട് അവരവിടെ കിടന്നു. ഒരു റൈഡ് അല്ലേ വണ്ടി ഓടിക്കുന്നത്? കാർട്ടിങ്ങാ? അതന്നെ, കാർട്ടിങ്. നുബ്ര വാലി കാർട്ടിങ്. ഇതാ അവന്തിയുടെ ചെസ് നിരത്തി വെച്ചിരിക്കുന്നത്. ഇതെന്തിനാ സംഭവം വെച്ചതല്ലേ? നുബ്ര വാലി, നുബ്ര റാഫ്റ്റിംഗ് പോയിന്റ്. ഐ ലവ് നുബ്ര. ഇതാണ് നുബ്ര വാലി. ഷോക്ക് റിവർ, നുബ്ര വാലി. ഈ ഒരു 14ാമത്തെ എപ്പിസോഡിൽ ഇതാ നുബ്ര വാലിയിൽ എത്തിയ ഇതുവരെയാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് 2 പാർട്ടായിട്ടാണ് ഇടുന്നത്, കാരണം അത്രയും ലോങ് വീഡിയോ ആണ്. ഇനി അടുത്ത പാർട്ടിൽ കാണാനുള്ളതാണ് ഇതൊക്കെ. ഇനി ഇത് അടുത്ത പാർട്ടിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ ഒരു ദിവസത്തെ എക്സ്പെൻസ് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.